ഇപ്പം നല്ല മഞ്ഞ കളറായല്ല ഈ ചെടിക്ക്. അതിൻ്റെ തുമ്പ് അത് വെയിൽ കൊള്ളുമ്പോ എന്താണ് ഒരു ഒടിഞ്ഞു പോയത്. ചാഞ്ഞു വീണ് എടുക്കണം. നോക്കിയേ. അതെ, അത് കൂട്ടിപ്പിടിച്ച് കെട്ടിയാലാ. അങ്ങനെ നിൽക്കുമ്പോൾ ബുഷ് പോലെ നിൽക്കുമ്പോൾ അല്ലേ രസം. ഒടിഞ്ഞിട്ടില്ലല്ലേ? ഒടിഞ്ഞിട്ടുണ്ടാ? വെട്ടിക്കളയണ്ട. ഒടിഞ്ഞിട്ടുണ്ടാ? അതെ, ഒന്ന് എനിക്ക് തോന്നുന്നു കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ ചെറിയ ബുഷ് പോലെ നല്ല ഭംഗിയുണ്ടത്. ഇപ്പം മുകളിൽ അല്ലേ നല്ല യെല്ലോ കളറായി. അത് വെയിൽ വരുമ്പോ വെയിൽ കൊണ്ടിട്ടാണ് ഈ മഞ്ഞ കളർ. ഭംഗിയുണ്ട് ഇപ്പം. അതെ, ഒന്ന് കൂട്ടി കെട്ടിയാൽ ബുഷ് പോലെ ആവും. അതെടുക്കാം. എടുക്കട്ടെ ചരട്. ഇത് ബുഷായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇപ്പൊ ഭംഗിയായിട്ടാ. ഇത്രയും അതിന്റെ മേലെയും കൂടി ഒരെണ്ണം കൂടി കെട്ടി വെച്ചാൽ നല്ലതായിരിക്കും, ചെറുതായിട്ട്. ഇതുപോലത്തെ വേറൊരു മഞ്ഞ ഇല അവിടെ ഒരു ചെടിയുണ്ട്. വെയിൽ കൊള്ളുമ്പോൾ മഞ്ഞ അവിടെ നമ്മുടെ പോയി. അതിൽ ചാഞ്ഞിട്ടാ ഒന്നുകൂടി കെട്ടണം. ഈ ചാഞ്ഞിപ്പോൾ ഒന്നുകൂടി കെട്ട്. അതിൻ്റെ മേലെ ഒന്നുകൂടി കെട്ടണം. ഇതുമേനെ പുതിയ ശിഖരങ്ങൾ വന്നത് താഴ്ത്തുന്നാണ്. അത്രയും മതി. താഴേന്നാണ് കണ്ടത്. ഇതിൽ താഴേന്ന് തൈകൾ മുളച്ച് വരെയാണ്. ബലൂലിന് മരം ആവണ ടൈപ്പല്ല ഇത്. ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയായല്ലേ? വീണ് എടുക്കായിരുന്നു. ഇവിടെ എന്താണ് വല്ല മാറ്റങ്ങളൊക്കെ വരുന്നത്? ഇത് എന്താ എപ്പീഷ്യയൊക്കെ ഒരു സൈഡിലാക്കിയാ? മാറ്റി. ഇവിടെ പൂവുണ്ടാക്കണം. അല്ല, എപ്പീഷ്യ അവിടെ തുടങ്ങി. എപ്പീഷ്യയും കൊണ്ട് ഇവിടെ കൊണ്ടുവച്ച്. ഓക്കെ. ഇത് വള്ളി താഴേക്ക് പോകണ്ടല്ലോ കുറേ. ഇത് പൂവിടുന്നുണ്ടല്ലോ. ഇത് പൂവ്. ഇതിന് വേറെ കളർ പോവല്ലേ? ഇത് ആദ്യമായിട്ട് നമ്മ വീഡിയോ ഒടിങ്ങിയപ്പോൾ തുടങ്ങിയുള്ള എപ്പീഷ്യായിട്ട്. ഇത് ചെടി പെട്ടെന്ന് പോകൂല. ഇതിന് വെള്ളം കുറവ് മതിയല്ലേ? വെള്ളം കുറവ് മതി. ഉണക്കല്ലേ കളയാഞ്ഞില്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ഉണങ്ങിയാലേ ഉണ്ടല്ലോ. ഇതിൻ്റെ വേറെ ഉണ്ടാ? ഇതിൻ്റെ ഇലയല്ല ഇത് നിൽക്കണത്. അത് വ്യത്യാസമുണ്ട്. ശരിയാണ്. ഇത് രണ്ടും ഒന്നാണ്. നമ്മുടെ ഇത് ഒരെണ്ണം. പിന്നെ ഇത് തന്നെയാണ് അല്ലേ? ഇത് വേറെ ടൈപ്പാണ്. അപ്പോൾ 1, 2, 3. പിന്നെ ഇത് ഇവിടെ ഒരു ഇതും ഹാങ്ങിങ് ആണല്ലോ. പക്ഷെ ഹാങ് ചെയ്തിട്ടിരണോ അല്ലേ? മണി പ്ലാന്റ് കൂടുതൽ വള്ളി വന്നുണ്ടല്ലോ. അതെന്ത് ചെയ്യും? ഞാനത് മുകളിലേക്ക് എടുത്ത് വെച്ച്. അങ്ങനെ വേണ്ടല്ലേ? അപ്പം അതിനെന്ന് ഡ്രസ് ചെയ്ത് ഇതാ ഈ പോത്തോസല്ലേ ഇത്? അതും നീളം വെച്ചിട്ടുണ്ടല്ലേ? എടുക്കണോ? എടുക്കണ്ട, അങ്ങനെ നിർത്തി വെട്ടാം. ഞാൻ എടുത്തുതരാം. എല്ലാം കളയല്ലേ? എല്ലാം കളയണോ? അല്ല, അതെന്നിട്ട് നടണ്ടേ അപ്പം? അയ്യോ, കളയാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കളയണം. അയ്യോ, ബുഷായ ഭംഗിയാണ്. അത് വെട്ടാൻ വേണം. പിന്നെ വെട്ടി നിരത്തലാണല്ലോ. രസമായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ വള്ളിയായിട്ട് നിൽക്കണതും ഇഷ്ടമാണ്. സമ്മതിക്കൂലല്ലേ? ഇതെല്ലാം ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ചെയ്യാനുള്ള. അതെടുക്കണോ? എടുത്തു തന്നോ? അയ്യോ,
ഹാങ് ചെയ്തെടുക്കുമ്പോൾ ഭംഗിയായിരുന്നു വള്ളി. ഇത് കളയണ്ട, അതിന് നമുക്ക് രണ്ടാമത് നടുക. അതും വെട്ടാൻ വേണോ? മൊത്തം വെട്ടി നേരത്തിലാണ്. അപ്പം ആ മണി പ്ലാന്റ് ഇവിടെ ഇരുന്നില്ലല്ലോ, ഇവിടെ കൊണ്ടിട്ടല്ലേ? ഞാൻ അവിടെ എല്ലാവരും എത്തിച്ച മാത്രം അവിടെ നിർത്തിയിട്ട് ഇത് കാട് പിടിക്കും. ഇത് വെട്ടാണ്ട് എടുത്ത് കഴിഞ്ഞു നട്ട് പിടിപ്പിക്കാറുന്നിട്ടാ, കളയണ്ട. അയ്യോ ഇത്തിരി കുറച്ച് നിൽക്കട്ടെ. ഇപ്പത് മുട്ട അടിച്ചവരായി പോയി. ബുഷ് പോലെ നിൽക്കുന്നതും ഒരു ഭംഗിയാണ് വേണമെങ്കിൽ പറയാം അല്ലേ? കളർ കുറഞ്ഞല്ല. ഈ ബോഗൻവില്ലയുടെ പൂവ് ഉണങ്ങി തുടങ്ങി. ഇതിന് നല്ല നിറമുണ്ട്, മറ്റേത് ഇപ്പോൾ ഉണങ്ങി തുടങ്ങി. അപ്പോൾ അത് വെട്ടിക്കളയണേട്ട്. ഉണങ്ങിയത് മാത്രം കളയണോ കേട്ടോ? പൂവ് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു, ഒരു ഇതൊക്കെ വെട്ടിക്കളഞ്ഞു പൂവ്. എന്നാലും അതിന് നല്ല തുമ്പ് മാത്രമേ, ഒരു കുഞ്ഞി തുമ്പ് ഉണ്ടാവുമല്ലോ, അത് വെട്ടിക്കളാം. അത് കൊള്ളാല്ല. പൂവെല്ലാം വെട്ടിക്കളയണോ? ഉണങ്ങിയത് കളഞ്ഞാൽ മതി. ഒരാള് ആവേശം മൂത്ത് മോളിൽ കയറിയിരിക്കുകയാണ്. ഒരു കാക്കക്ക് ഇഷ്ടപ്പെടണില്ല, കാക്ക കരഞ്ഞോണ്ടിരിക്കുകയാണ്. കാക്കക്ക് എന്തിൻ്റെ കേടാ? എല്ലാ കളറ് പോയല്ലേ എല്ലാത്തിൻ്റെ? അതിൻ്റെ അത് എനിക്കും പൂവൊക്കെ ഉണങ്ങി. ശരിയാണ്, ഡ്രസ്സ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ ബുഷ് പോലെ വന്നു തുടങ്ങി. ഇപ്പം അടുത്ത വെയിലാവുമ്പോൾ അല്ലേ കൂടുതൽ വരുവുള്ളൂ അല്ലേ? അതും കളഞ്ഞേര്, ആ തുമ്പൊക്കെ കളഞ്ഞേര്. അപ്പോൾ ബൊഗെയിൻവില്ലയുടെ ഉണങ്ങിയ പൂവൊക്കെ വെട്ടിക്കളഞ്ഞ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ പൂവുകളൊക്കെ വരണം. ഇവിടുത്തെ കഴിഞ്ഞപ്പോൾ മറ്റേ സൈഡിലേക്ക് ഇവിടെ കയറിയൊക്കെയാണല്ലേ. ഇതിൻ്റെയും വെട്ടിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ സുനിത വില്യംസ് ബഹിരാകാശം തിരിച്ചു വന്നപ്പോഴാണ് നീ മുകളിലേക്ക് കയറിയാക്കണല്ലേ? കൊള്ളാം. ഉണങ്ങിയതൊക്കെ വെട്ടിക്കളഞ്ഞോ? അപ്പോഴാ പുതിയ പൂവ് ഉണ്ടാവുള്ളൂ, നല്ല ഭംഗിയാനും അല്ലേ? പുതിയത് കളയല്ലേ ഏട്ടാ? ഇത് വേറെ ടൈപ്പാണ്. ഇവിടെ ഇതിന് നല്ല പൂവ് തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ്. പക്ഷേ ഇതിൻ്റെ പൂവ് അങ്ങനെ അത്ര അടുപ്പിച്ചടുപ്പിച്ചല്ല. അപ്പോൾ ആ ബൊഗെയിൻവില്ല കാണുമ്പോൾ രസമാണ് ഇങ്ങനെ ബുഷായിട്ടൊക്കെ നിൽക്കണത്. പക്ഷേ വളർത്തണതിനൊപ്പം തന്നെ അതിൻ്റെ പരിപാലനത്തിനും പ്രാധാന്യം ഉണ്ടല്ലേ? ഇതൊക്കെ ഒന്നും നമുക്കറിയില്ലായിരുന്നു. കാരണം ബുഷായിട്ട് പലയിടത്തും നിൽക്കണാണ്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സീസൺ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പൂവുണ്ടായി ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഡ്രസ്സ് ചെയ്ത് നിർത്തിയാലേ അടുത്ത പ്രാവശ്യം ഇതുപോലെ നല്ല ബുഷായിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? കൊള്ളാം. അപ്പോൾ ഇന്ന് ബോഗൻവില്ലയുടെ ഒരു ചെറിയ പരിചരണവും അതൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് ദിവസം കടന്നു പോയത്. ഓക്കെ, നമുക്ക് ഇറങ്ങാൻ പോയല്ലേ? ഉണ്ടാ ബക്കറ്റും ഉണ്ടാ? അത് നല്ല ഭംഗിയാണ്. പക്ഷേ അതിപ്പോൾ ഡ്രസ്സ് ചെയ്യണ്ടല്ലോ, അതെല്ലാം പുതിയ പൂവാണ്, ഫ്രഷാണ്. പുതിയ പൂ കളയണ്ട അല്ലേ? ഇതിലും ഇത് വേറെ ടൈപ്പാണ്, നല്ല രസമുണ്ട്, ഭംഗിയാണ്. നല്ലതാണ്, ഭംഗിയുണ്ട്. ഇത് പക്ഷേ അത്ര ബുഷ് ടൈപ്പ് അല്ല എന്നുള്ളത്. ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ നീണ്ടു വരികയാണ്. ഞാൻ ഇറങ്ങട്ടെ? അന്ന് ഇറങ്ങുന്നോളെ, ഒരാൾ ഇറങ്ങാൻ പോണ്. ഇപ്പോൾ ഇന്ന് വെട്ടി മാറ്റിയ ഇതൊക്കെയാണിത്. അതെന്താണ് അവിടെ ഒരു ശംഖ ഉണ്ടായല്ലേ? അത് ഞാൻ കൊണ്ടുവച്ചാണ്. അവിടെ ഇരിക്കട്ടെ, അത് ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇറങ്ങല്ലേ? അപ്പോൾ ഓക്കെ, അവസാനിപ്പിക്കാം അല്ലേ?